ഹായ് ഗായ്സ്, അപ്പോൾ ഞാനിങ്ങനെ മുടിയൊക്കെ പറത്തി കട്ടൊക്കെ കൊണ്ട് പോകുന്നത് എനിക്കൊരാവശ്യമായിട്ട് കേശവദാസപുരം വരെ പോകണം. കുറച്ച് വരെ കാക്കച്ചുകൊണ്ടാക്കി ആൻഡ് ഓടി ഒരു ബസ്സിൽ കയറി വന്നപ്പോൾ അത് വെയിലത്തായിപ്പോയി. അവിടെ ഒരു സീറ്റുണ്ട്, പക്ഷെ ഞാനിങ്ങനെ എണീച്ച് പോകുമ്പോഴത്തേക്ക് കണ്ടക്ടർ വെച്ച് വിചാരിക്കും എനിക്ക് ഇറങ്ങണം എന്ന്. അപ്പം ഇങ്ങനെ പറഞ്ഞ് എനിക്ക് വയ്യതിന്. അതുകൊണ്ട് ഞാൻ ഷട്ടറൊക്കെ താത്തിട്ടിട്ട് കുറച്ച് നേരം കിടന്ന് ഉറങ്ങാമെന്ന് വിചാരിച്ചു. ആൻഡ് അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഉറങ്ങുമ്പോൾ എങ്ങനെ വ്ളോഗ് എടുക്കുന്നത്? ഞാൻ അഭിനയിച്ചതാണ് ഗൈസ്, അഭിനയിച്ചത്. ഓക്കെ, അപ്പോൾ പാളയത്തെത്തിയപ്പോഴത്തേക്കും എനിക്ക് ക്ഷീണം കാരണം ഒരു കരിക്കൊക്കെ കുടിച്ച് ചില്ല് ചെയ്യാമെന്ന് വിചാരിച്ചു. ആൻഡ് ഒരു കരിക്കൊക്കെ മേടിച്ച് കുടിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്കും ഒരു നീല ബസ് കണ്ടുകൊണ്ട് ഓടി വന്നതാണ്. പക്ഷേ എനിക്ക് പോകാനുള്ള ബസ്സല്ലായിരുന്നു. ജസ്റ്റ് നോക്കില്ലേ ഞാൻ ഇതിൽ കയറിയത്. എപ്പോഴും ഉള്ളതാ ഈ പ്രൈവറ്റ് ബസ്സെല്ലാം ഒരുപോലെ ഇരിക്കുന്നതല്ലേ, ഞാൻ ഈ കളർ കണ്ടുകൊണ്ട് ഓടിക്കയറും. എന്നിട്ട് വന്ന കാര്യമൊക്കെ കഴിഞ്ഞിട്ട് നോക്കിയപ്പോൾ സ്റ്റുഡിയോയിൽ സെയിൽ അടക്കുന്നു. അപ്പോൾ കയറി നോക്കാമെന്ന് വിചാരിച്ചു. ആൻഡ് ഭയങ്കര തിരക്ക് ഒന്നുമില്ല പ്രത്യേകിച്ച്. ഞാനങ്ങനെ ഈ ഒരു ഡ്രസ്സ് എടുത്ത് ട്രയൽ ചെയ്യാൻ വേണ്ടി നിന്നപ്പോഴത്തേക്ക് ഭയങ്കര തിരക്ക്. സോ അതുപോലെ തന്നെ അവിടെ വെച്ചിട്ട് ഇറങ്ങി വേറെ ബസ്സിൽ കയറി തിരിച്ചു വരാൻ വേണ്ടിയിട്ട്. എനിക്ക് ഈ ബസ്സിൽ പോണത് ഒട്ടും ഇഷ്ടമായില്ല. നിങ്ങൾക്ക് എങ്ങനെയാണ്? എനിക്ക് ഇങ്ങനെ ഈ ഗ്ലാസ് ഇട്ട KSRTC ബസ് വൊമിറ്റ് ചെയ്യാനൊക്കെ വരും, ഇഷ്ടമല്ല. അങ്ങനെ ഞാൻ തമ്പാനൂർ എത്തിയപ്പോഴത്തേക്കും എനിക്ക് ബസ്സൊന്നും കിടക്കുന്നില്ല. ഇപ്പോഴൊന്നും ബസ് വരാനും ഇല്ല. സോ ഞാൻ ബോറടിച്ചതുകൊണ്ട് ഈയോടെ ഈ ഒരു ബോൾ ഗ്രേപ്പ് ജ്യൂസൊക്കെ കുടിച്ചിരിക്കാമെന്ന് വിചാരിച്ചു. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇങ്ങനെ ഗ്രേപ്സ് ഇങ്ങനെ ബോൾ ഗ്രേപ്പൊക്കെ ഇങ്ങനെ കഴിക്കാൻ വേണ്ടി കിട്ടും, അടിപൊളിയാണ്. ആൻഡ് ബസ് വന്നു. KSRTC ബസ്സൊക്കെ ഇപ്പോൾ വൈബായിക്കൊണ്ട് വരിക. മുമ്പൊന്നും ഇങ്ങനെ പാട്ടും ഇങ്ങനെ ഡെക്കറേഷൻസൊന്നും ഇല്ലായിരുന്നു. പിന്നെ ആ ബസ് എടുക്കാൻ വീണ്ടും താമസിക്കും എന്ന് അറിഞ്ഞപ്പോഴത്തേക്ക് ഞാനിങ്ങനെ ബസ്സിൽ വരുന്നൊരു കപ്പലിൻ്റെയൊക്കെ മേടിച്ച് അതൊക്കെ കഴിച്ചിങ്ങനെ എന്തൊക്കെയോ ആലോചിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്കും ബസ് എടുത്തപ്പോഴത്തേക്ക് രാത്രി ആയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് രാത്രി ബസ്സിൽ യാത്ര ചെയ്യാൻ ഭയങ്കര ഇഷ്ടം. അങ്ങനെ പാട്ടൊക്കെ കേട്ട് ആകാശമൊക്കെ നോക്കി. ആൻഡ് ഇന്നത്തെ ആകാശം അടിപൊളിയായിരുന്നു കേട്ടോ. ഇങ്ങനെ ഫുൾ മൂണായിരുന്നു. പിന്നെ ആകാശം മീൻസ് മേഘങ്ങളൊക്കെ ഇങ്ങനെ പഞ്ഞിക്കെട്ട് മാതിരിയായിരുന്നു. അപ്പോൾ ഈ ലോലിപോപ്പൊക്കെ മേടിച്ചു. ഇതിന് വേണ്ടി വീട്ടിലാൾ വെയിറ്റിംഗ് ആണ്. ആൻഡ് നിങ്ങൾക്ക് ഈ സ്വന്തം നിലയിൽ കാണാൻ പേടിയുണ്ടോ? എനിക്കെന്തായാലും ഭയങ്കര പേടിയാണ്. പിന്നെ ഞാനിങ്ങനെ ആകാശമൊക്കെ കണ്ട് പേടിത്തി ലോലിപോപ്പൊക്കെ കൊടുക്കേണ്ട ആൾക്ക് തന്നെ കൊടുത്തു. അപ്പോൾ അത്രേ ഉള്ളൂ ഗൈസ്. അടുത്ത അടിപൊളി വീഡിയോയിലേക്ക് കാണാം. അതുവരേക്കും ബൈ.